ഹലോ മക്കളെ, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്നുള്ള ചാപ്റ്ററിലെ വളരെ കൺഫ്യൂസിംഗ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം നമുക്ക്. എ പ്ലാന്റ് സ്പീഷീസ് ഹാവ് 10 picogram of DNA and 8 chromosomes in its pollen grain. Then what will be the amount of DNA and number of chromosomes in its microspore mother cell എന്നാണ് ചോദ്യം. നമ്മൾ ആൻസർ ഒന്ന് നോക്കാം. നമ്മുടെ കയ്യിൽ 2 സെല്ലാണുള്ളത്. ഒന്ന് മൈക്രോസ്പോർ മദർ സെല്ല്, അത് 2N ആണ്, ഡിപ്ലോയിഡ് ആണ് നമുക്കറിയാം. രണ്ടാമത്താണ് പോളൻ ഗ്രെയിൻ, അത് ഹാപ്ലോയിഡ് ആണ് നമുക്കറിയാം. ഡിപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോർ മദർ സെല്ലിന് മിയോസിസ് സംഭവിച്ചിട്ടാണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ ഉണ്ടാകുന്നത്. ഇനി ശ്രദ്ധിക്കണം, ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ല് മിയോസിസിന് പോയിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലായി മാറുമ്പോൾ ആ ഡിപ്ലോയിഡ് സെല്ലിൻ്റെ ക്രോമസോം നമ്പറിലും DNA എണ്ണത്തിലും റെഡ്യൂസ്ഡ് ബൈ ഹാഫ്, അഥവാ പകുതിയായി അത് കുറയും. ഒന്നുകൂടി ഞാൻ പറയാൻ പോണേ, ഡിപ്ലോയിഡ് ആയുള്ള ഒരു സെല്ല് മിയോസിസിന് പോയിട്ട് ഹാപ്ലോയിഡ് ആയി മാറുമ്പോൾ ഡിപ്ലോയിഡ് സെല്ലിൻ്റെ ക്രോമസോം നമ്പറും DNA എണ്ണവും പകുതിയായിട്ട് കുറയും. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? പോളൻ ഗ്രെയിൻ്റെ ക്രോമസോം നമ്പറും എമൗണ്ട് ഓഫ് DNA ആണ് നമുക്ക് തന്നേക്കുന്നത്. എന്നിട്ട് ചോദിച്ചേക്കുന്നത് മൈക്രോസ്പോർ മദർ സെല്ലിൻ്റെ ക്രോമസോമിൽ ക്രോമസോം എത്ര ഉണ്ട്, എത്ര DNA ഉണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ക്രോമസോം നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻ തന്നേക്കുന്നത് 8 ആണ്, എമൗണ്ട് ഓഫ് DNA തന്നേക്കുന്നത് 10 ആണ്. അപ്പോൾ ഹാപ്ലോയിഡിൻ്റെത് എത്രയാണോ അതിൻ്റെ ഡിപ്ലോയിഡ് കാണുമ്പോൾ അതിന് നേരെ ഡബിൾ ആവുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കൂ, അങ്ങനെയാണെങ്കിൽ മൈക്രോസ്പോർ മദർ സെല്ലിന് 8ൻ്റെ ഡബിൾ 16ഉം DNA എണ്ണം 10ൻ്റെ ഡബിൾ 20ഉം ആണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഓപ്ഷനിലേക്ക് ആൻസർ നോക്കുമ്പോൾ നമുക്ക് കിട്ടും 20 picogram ആൻഡ് 16 ക്രോമസോം എന്നുള്ള ഓപ്ഷൻ 4 ആണ് ആൻസർ കിട്ടും. ഓക്കെ മക്കളെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.